അല്ല, അത് നേരത്തെ പറഞ്ഞതാണല്ലോ. മന്ത്രി എം പി രാജേഷ് ഇതെല്ലാം കഴിഞ്ഞ് വിദേശത്ത് പോയി എന്നാണ് പറയുന്നത്. അദ്ദേഹം തിരിച്ചു വരുന്നത് ദുബായ് വഴിയാണോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. ഇപ്പം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ വേറെ പല രാജ്യങ്ങളിലേക്കും പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ തിരിച്ചു വരുന്നവരെല്ലാം ദുബായ് വഴിയാണ്. നോക്കൂ, എന്തൊരു നിരുത്തരവാദപരമായ സമീപനമാണ് എം പി രാജേഷ് എടുത്തത്. ഈ മഴക്കെടുതിയുടെ കാലത്ത് കേരളത്തിലെ ഒരു നഗരത്തിലും മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല. മാധ്യമപ്രവർത്തകരുടെ അവരുടെ ശ്രദ്ധയിലുണ്ടാവുമല്ലോ. കേരളത്തിൽ ഒരിടത്തും മഴക്കാലത്തിന് മുമ്പ് നടത്തേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ മാലിന്യങ്ങൾ മാലിന്യ കൂമ്പാരം നിറഞ്ഞിരിക്കുക. പകർച്ചവ്യാധികൾ പടരുകയാണ്. ഒരു സ്ഥലത്തും മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല. മഴ വരുമ്പോഴെല്ലാം നമ്മുടെ നാട്ടിൽ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇതിനെല്ലാം ഏകോപിപ്പിക്കുന്നത്. റവന്യൂ വകുപ്പാണ് ദുരിതാശ്വാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ്, ആ വകുപ്പാണ് എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത്. ഇത്തവണ ഒരു പഞ്ചായത്തിലും ഒരു തദ്ദേശ സ്ഥാപനത്തിലും ഇതിനുവേണ്ടി ഒരു കാര്യം നടന്നിട്ടില്ല. തിരുവനന്തപുരം നഗരം അടക്കം പലയിടത്തും വെള്ളം കയറി, വെള്ളക്കെട്ട് ഏതാണ്, യാത്ര ചെയ്യേണ്ട സ്ഥലം ഏതാണെന്ന് പോലെ അത്ര മാലിന്യം നിറഞ്ഞിരിക്കുക. കൊച്ചിയിലെ മുഴുവൻ വെള്ളക്കെട്ട്. ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിലും സർക്കാരിൻ്റെ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. സാധാരണ ഒരു കൊതുക് നശിപ്പിക്കാനുള്ള ഒരു സാധനമായിട്ടെങ്കിലും പോകുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇത്തവണ കേരളത്തിൽ എവിടെയെങ്കിലും കൊതുകുകളെ നശിപ്പിക്കാൻ എന്തെങ്കിലും ഒരു പ്രവർത്തനം തദ്ദേശ സ്ഥാപനം നടത്തിയത്? ഈ ഒരു സന്ദർഭത്തിലാണ് മന്ത്രി എം പി രാജേഷ് ഈ കോഴ വിവാദമൊക്കെ ഉണ്ടാക്കി നേരെ വിദേശത്ത് പോയിരിക്കും. ഏത് രാജ്യത്താണ് പോകുന്നത്? ഗവർണർ അറിയുന്നില്ല മന്ത്രിമാർ പോകുന്നത്, കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നില്ല. മന്ത്രിമാർ തോന്നിയ പോലെ രാജ്യം വിടുകയാണ്. ഇത് CPM-ന്റെ കാലത്ത് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളാണിതൊക്കെ. LDF ഭരണകാലത്ത് സാധാരണഗതിയിൽ നടക്കാത്ത കാര്യങ്ങളാണിതൊക്കെ. ഇവർക്ക് എവിടേക്കാണ് പോകുന്നത്? ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആൾക്കാർ ഇവിടെ ഇല്ല. മഴക്കെടുതികളുടെ ദുരിതം ജനങ്ങൾ അനുഭവിക്കുമ്പോൾ അവിടെ ഒരു നടപടിക്കും ആളില്ല. എം പി രാജേഷ് രാജിവെക്കണം എന്നുള്ള ആവശ്യം ആദ്യ ദിവസം തന്നെ ഞങ്ങൾ ഉന്നയിച്ചത്. ജുഡീഷ്യൽ അന്വേഷണത്തിനുള്ള ഒരു പോരായ്മ എന്താണെന്നറിയോ? അതിൽ ഏതെങ്കിലും ഒരു റിട്ടയർഡ് ജഡ്ജിയെ വെക്കും. ഈ UDF-ന്റെ എനിക്ക് അറിഞ്ഞൂടെ എന്താണ് UDF ഈ പറയുന്നത്. ഏതെങ്കിലും ഒരു പണിയില്ലാത്ത ജഡ്ജിയെ എവിടെ നിന്നും കൊണ്ടുവെക്കും. എന്നിട്ട് അതിങ്ങനെ 4-5 കൊല്ലം അതിങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് എന്താവും? ജുഡീഷ്യൽ അന്വേഷണം കൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇത് തന്നെയാണ് അവിടെയും സംഭവിച്ചത്. നയം മാറ്റാനാണ് അവിടെയും കുഴ വാങ്ങിയത്. ഞാൻ വാർത്ത വായിച്ചു. അന്വേഷിക്കുക, ആ വിഷയം ഗൗരവമായിട്ട് അന്വേഷിക്കും. പാർട്ടി വിശദമായിട്ട് അത് പരിശോധിക്കും. അതേന്ന് ഞാൻ ഒരു വാർത്ത കണ്ടു. അങ്ങനെ ഒരു സംഭവം കേസെടുത്തു എന്നുള്ളൊരു വാർത്ത കണ്ടു. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെയാണ്. അപ്പോൾ എനിക്ക് അന്വേഷിക്കണ്ടേ? ഞാൻ CPM കമ്മീഷനൊന്നുമില്ല. വസ്തുത എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആൾക്കാർ നടപടിയെടുക്കും. അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ CPM കോൺഗ്രസ് പോലെയല്ല BJP. ഇല്ല, എൻ്റെ അടുത്ത് വന്നിട്ടില്ല ഇതുവരെ. ഇത് ഗൗരവതരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഞാനത് കണ്ടു. പിന്നെ ഒരു സ്ഥലത്ത് ഭീഷണിപ്പെടുത്തി പണം വാങ്ങാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗം എന്താണെന്ന് നോക്കി, ഇതിൽ നടന്നത് എന്താണെന്ന് നോക്കിയിട്ട് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ശക്തമായിട്ടുള്ള നടപടി പാർട്ടി സ്വീകരിക്കും. അല്ല, നിങ്ങളിപ്പോൾ ഒരു കാര്യം ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ മറ്റുള്ള പാർട്ടിക്കാർ അവരുടെ അന്വേഷണമൊക്കെ എന്തായി? ഞങ്ങളങ്ങനെയല്ല. ഞങ്ങൾ ഈ വസ്തുത ശരിയാണെങ്കിൽ ഇതിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കും. അത്രയും പറയുന്നത് എന്നെ ക്രൂശിക്കുകയാണ്.